ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയതായി സൂചന. വനമേഖലയിലെ പരിശോധനയ്ക്കിടെയാണ് ഒന്നിലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. മാർക്ക് ചെയ്യാത്ത വനമേഖലയിൽ മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത്. സ്പോട്ട് നമ്പർ 10 പരിശോധന കഴിഞ്ഞതും മറ്റൊരിടത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങി. മാർക്ക് ചെയ്ത 11, 12, 13 സ്പോട്ടുകൾ ഒഴിവാക്കിയ സംഘം കൂടുതൽ വനത്തിനുള്ളിലേക്ക് കയറി. ഇവിടെ നടത്തിയ പരിശോധനയിൽ ഒന്നിലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായാണ് പുറത്തുവരുന്ന വിവരം. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നേരം ഇരുട്ടുവോളം പരിശോധന തുടർന്നു. നേത്രാവതി നദിക്കരയിൽ നിന്ന് മാറി 100 അടിയോളം പൊക്കമുള്ള സ്ഥലത്ത് നിന്നാണ് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയതായി സൂചന. ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാർക്ക് ചെയ്ത 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തുമെങ്കിലും ഇപ്പോഴുണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടാതെ വനം, റവന്യൂ, ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സംഘത്തിലുണ്ട്. മുൻ ക്ഷേത്ര പരിചാരകൻ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത്. സ്പോട്ട് നമ്പർ 6 നിന്ന് മുമ്പ് ലഭിച്ച അസ്ഥിക്കൂടം 30-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാവിൻ്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. പരിശോധന വിവരങ്ങൾ പുറത്തുവിടാതെ അതീവ രഹസ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. 1998-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100-ലധികം പേരെ താൻ കുഴിച്ചുമൂടിയെന്ന മുൻ ക്ഷേത്ര പരിചാരകന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. അമൃത ന്യൂസ്, മംഗലാപുരം.